ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് യുവതീ യുവാക്കൾ വിവാഹം വേണ്ട എന്ന് വെക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമല്ല. പക്ഷെ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ പല പെൺകുട്ടികളും വിവാഹത്തിന് തയ്യാറല്ല. അതുപോലെ തന്നെ ഈ കല്യാണം കഴിക്കാനുള്ള ചെറുപ്പക്കാർ ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എളുപ്പമല്ല കല്യാണം കിട്ടാനെന്ന്, പെണ്ണിനെ കിട്ടാൻ എളുപ്പമല്ലെന്ന്. സ്ത്രീകളില്ലാത്തതുകൊണ്ടല്ല, പെൺകുട്ടികളില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ പല പെൺകുട്ടികളും തയ്യാറല്ല. അവരുടെ ജീവിതത്തെ യാഥാർത്ഥ്യങ്ങളെ ഇപ്പം മുൻകൂട്ടി കാണുന്നവരാണ്. കാരണം ഈ നമ്മളിപ്പോൾ കാണുന്നത് വിസ്മയ ഉത്തരയൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇതൊക്കെ കാണുമ്പോൾ പെൺകുട്ടികളുടെ മനസ്സിൽ വളരെ വലിയ ഭയമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതിന് കുറ്റം പറയാൻ ഒക്കത്തില്ല. പലരും ഒരുപാട് ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടും മാത്രമേ ഈ അതായത് ഈ കല്യാണം ആലോചിച്ചിട്ട് വരുന്നവനെ അതുപോലെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പരിശോധനയിലൂടെ അല്ലാതെ ഇപ്പോൾ ഒരു പെൺകുട്ടിയും വിവാഹത്തിന് തയ്യാറാവുന്നില്ല. അതിൻ്റെ കാരണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തന്നെയാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത്, അതായത് കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായ സംഭവം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് നോർത്ത് പറവൂർക്കാരിയായ ഒരു പെൺകുട്ടിയെ കോഴിക്കോട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുന്നു. അത് മാട്രിമോണിയൽ ഇതിലൂടെ വന്ന ഒരു പരസ്യത്തിലൂടെയാണ്, മാട്രിമോണിയൽ അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ് ഈ വിവാഹം നടക്കുന്നത്. ഇത് ആദ്യം ഈ പെൺകുട്ടി വേണ്ട എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും വീണ്ടും ഈ കല്യാണം കഴിച്ച ഈ വരൻ എന്ന് പറയുന്നവൻ്റെ നിർബന്ധം, അവൻ വന്ന് രണ്ടാമത് വീണ്ടും ഇൻസിസ്റ്റ് ചെയ്താണ് അവസാനം ഇത് സമ്മതിക്കുന്നതൊക്കെ. ഈ പെൺകുട്ടിക്ക് ടെക്നോ പാർക്കിൽ ജോലിയാണ്. അത് ടെക്നോ പാർക്കിലേക്ക് ജോലി ചെയ്യുമ്പോൾ അവർക്ക് അത് ഒരുപാട് ആളുകളുമായിട്ട് അതിന് ബന്ധപ്പെടുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അതിൻ്റെ ഓഫീസിലുള്ള ആളുകളുമായിട്ടൊക്കെ. അതുപോലെ യവന് ജർമ്മനിയിലാണ് ജോലി. അതാണ് ഏറ്റവും വലിയ കാര്യം. മനസ്സിലായില്ലേ? കാരണം വിദേശത്ത് അതിവിടെ ഒന്നും കിട്ടാത്തതുകൊണ്ടാണല്ലോ അങ്ങോട്ട് പോയത്. അതാദ്യം ചിന്തിക്കുന്നില്ല. അപ്പോൾ അവിടെ പോയി ജർമ്മനിയിലൊക്കെയാണ്. അപ്പോഴത്തേക്ക് അവൻ വലിയ പൊസിഷനായിട്ട് അവന് തോന്നിക്കാണും. ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഈ പെൺകുട്ടികളെ അവൻ്റെ വീട്ടിലിട്ട് അങ്ങ് ശരിക്കും ഉപദ്രവിക്കുകയാണ്. ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ശാരീരികമായ ഉപദ്രവം. അതിനകത്ത് അതിൻ്റെ ടെലിഫോൺ എൻ്റെ ഈ വയറ്, ഇത് മൊബൈൽ ചാർജറിൻ്റെ വയറ് കഴുത്തെ ചുറ്റി മുറുക്കി, അതിൻ്റെ തല പിടിച്ച് ഭിത്തിയിലിടിച്ചു, അതിൻ്റെ മുഖത്തൊക്കെ നീര്, അതിൻ്റെ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് പോന്നു, ചെവിയിൽ നിന്ന് രക്തം വന്നു, ഹെഡ് ഇഞ്ചുറി വരുന്നതാണ്. ഇത് വന്നു. ഈ രീതിയിലൊക്കെ ഇത് വന്ന് അവനും അവൻ്റെ സുഹൃത്തും കൂടെ ആശുപത്രി കൊണ്ടുപോയി. എന്നിട്ട് അവിടെ എന്തെങ്കിലും കള്ളം പറഞ്ഞു കാണും, തെന്നി വീണെന്നോ എന്തെങ്കിലുമൊക്കെ ഉമ്മാർ പറയുമല്ലോ. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒതുക്കി തീർക്കാൻ. എന്നിട്ട് അവസാനം ഈ ഒരാഴ്ചയായപ്പോൾ ഈ ചെറുക്കൻ്റെ വീട് കാണാനായിട്ട് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് വന്നു. അങ്ങനെ ഒരു ചടങ്ങുള്ളത് നന്നായി. വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിയുടെ മുഖത്തൊക്കെ നീരും, അതിന് വയ്യാൻ്റെ കഴുത്തിലുമൊക്കെ അടിയുടെ പാടും ദേഹത്തൊക്കെ കിടക്കുന്നത്. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, ഇവൻ രാത്രി മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ജോലി എന്ന് പറയുന്നത് ഇതിനെ എടുത്തിട്ടിരിക്കുക. എന്തെങ്കിലും ഒരുത്തൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ടങ്ങ് ഇരിക്കും. ഇവൻ എവിടെ നീ അറിവുണ്ടെന്നറിഞ്ഞ് എന്നാൽ ഇതിനെ കല്യാണം കഴിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. അതിന് ഇഷ്ടമുള്ള പോലെ ജീവിച്ചാനല്ലോ. അതിന് പെൺകുട്ടികൾക്ക് അവകാശമില്ലേ നമ്മുടെ രാജ്യത്ത്? ഇതിൻ്റെ ദേഹത്ത് കൈവെക്കാൻ ഇവനെന്താ അധികാരമുള്ളത്, അവകാശമുള്ളത്? അപ്പോൾ ഇത് കർശനമായിട്ട് നേരിടേണ്ട കാര്യമാണ്. ഇത് വെറും ഡൊമസ്റ്റിക് വയലൻസ് മാത്രമൊന്നുമല്ല, ഗാർഹിക പീഡനം മാത്രമൊന്നുമല്ല. ഇതിനെ ഇങ്ങനെ ഉപദ്രവിച്ച കൊലപാതക ശ്രമത്തിന് പോലീസ് കേസെടുക്കണം. 307 ഇതിൻ്റെ കഴുത്തിൽ ഇതിൻ്റെ ഈ മൊബൈൽ ചാർജറിൻ്റെ വയറ് മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്, അതുപോലെ തന്നെ ഈ ബ്ലഡ് വരത്തക്കൊണ്ണം ഇതിനെ ഇടിച്ചത് പാട്, ഇതുപോലെ ഇടി കൊടുത്തത്, അതായത് ദേഹം മുഴുവൻ അടിയുടെ പാട്. ഇതെങ്ങനെ ഈ പെൺകുട്ടികൾ പിന്നെ ഇങ്ങനെ പോകുന്നത്? എന്ത് ചെയ്യാനൊക്കെ ഇവർക്ക്? അവർ ഈ കല്യാണം കഴിച്ച് പോയി ഈ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ നിരാരംഭരാണ്. ആകെപ്പാടെ അവരെ അവലംബമായിട്ട് എടുക്കേണ്ടത് ആ വീട്ടുകാരെയും ഈ ഭർത്താവിനെയാണ്. പക്ഷേ അവരിതുപോലെ തിരിഞ്ഞാലോ? മാത്രമല്ല, അപ്പം ഇത് കൂടാതെ അവൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും അവർ സ്ത്രീധനം കൂടുതൽ കൊടുക്കണമെന്നും പറഞ്ഞ് ഇതിനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായിട്ട്. അങ്ങനെ ഒരു അലിഗേഷൻ ആ കുട്ടിയുടെ പിതാവ് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും തെറ്റാൻ വഴിയില്ല. കാരണം ഇത് ഒരുപാട് പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്നതാണ്. പല ഈ വരൻ്റെ വീടുകളിലും പെൺകുട്ടികൾക്ക് വധുവിനുണ്ടാകുന്ന പ്രശ്നമാണിത്. ഇതൊരു നവവധു ഒരാഴ്ചയായുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഇവൻ്റെ കൂടെ എങ്ങനെ ഇത് പൊറുക്കും? അതെന്തായാലും ഇതിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് കിട്ടി, അതിൻ്റെ ജീവൻ രക്ഷപ്പെട്ട് കിട്ടി. ജർമ്മനിക്ക് അവനെ വിടരുത്. കാരണം അവനെ ഇവിടെയൊക്കെ തെണ്ടി നടക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇവിടെയൊക്കെ അവൻ്റെ പേരിൽ ഈ ശക്തമായ നടപടികൾ എടുക്കണം. ഡൊമസ്റ്റിക് വയലൻസ് മാത്രമൊന്നുമല്ല നടന്നിരിക്കുന്നത്. 498A ക്രൂരമായ പീഡനം,
അതിന് നടപടിയെടുക്കണം. അതുപോലെ തന്നെ 307 വകുപ്പിട്ട് ഇതിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് കേസെടുക്കണം. ഇവന് ജാമ്യമൊന്നും കിട്ടരുത്. ഇവൻ ജർമ്മനി പോകരുത്. അതാണ് ഇനി നോക്കേണ്ടത്. അത് ഇവിടുത്തെ പോലീസിന്റെ ബാധ്യതയാണ്.